വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. പുതിയ SCERT ചാപ്റ്ററാണ്. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കാണ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പോൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിലബസ് ബേസിൽ നിന്നും നമ്മൾ ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ 9 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സമുദ്രങ്ങളിലൂടെ എന്നാണ്. അപ്പോൾ നമുക്കറിയാലോ, പ്രധാനമായിട്ടും ആദ്യം വരുന്നത് ജലവുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസുകൾ വരുന്നുണ്ട്. അതിനുശേഷം പ്രധാനപ്പെട്ട സമുദ്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വേലിയേറ്റം, വേലിയിറക്കൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സമുദ്രങ്ങളിലൂടെ എന്നാണ്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ബാക്കി 2 ചാപ്റ്റേഴ്സും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. അതോടുകൂടി നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് തന്നെ NV കൃഷ്ണവാര്യർ എഴുതിയിട്ടുള്ള വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് വരികൾ നമുക്ക് നോക്കാം. വയലും പുഴയും കടന്നു പോകാം, കടലിൽ പകർന്നു പോകാം, പഴയ കാലത്ത് കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം, നമ്മൾ പുതുവാനവട്ടങ്ങൾ തേടിപ്പോകാം. NV കൃഷ്ണവാര്യർ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ PSC പഠിക്കുന്നവർക്ക് അറിയാം, നമുക്ക് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? കൊളംബസിനെ പോലെ സാഹസിക യാത്ര നടത്തിയ നാവികരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുതിയ ലോകങ്ങൾ തേടി വിശാലമായ സമുദ്രങ്ങളിലൂടെ അവർ നടത്തിയ യാത്രകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. സമുദ്രങ്ങളെക്കുറിച്ച് അറിയാൻ നമുക്കും ഒരു യാത്ര പോയാലോ? അപ്പോൾ നമുക്ക് പഠിക്കാം. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം എന്ന് പറയുന്നത്, അല്ലേ? ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ജലം എന്ന് പറയുന്നത്, അല്ലേ? ഭൗമോപരിതലത്തിൻ്റെ 71% ജലമാണ്. സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിവ ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താ പറയുന്നത്? 71% നമ്മൾ ഉപരിതലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലെ 71% എന്ത് തന്നെയാണ്? ജലമാണ്. എങ്ങനെയൊക്കെയാണ് ജലം സ്റ്റോർ ചെയ്തിട്ടുള്ളത്? സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകളൊക്കെ എന്താണ്? ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകളാണ്. ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നുണ്ട്. ഉപരിതല സ്രോതസ്സുകളുണ്ട്, അതുപോലെ തന്നെ ഭൂഗർഭ ജലസ്രോതസ്സുകളുണ്ട്. ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്, അല്ലേ? എന്താണ്? ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ അതെന്തായി മാറും? ഉപരിതല ജലസ്രോതസ്സുകളായിട്ട് മാറും. ഇനി ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്ക് ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഭൂമിയിൽ 71% ജലമാണെന്ന് പറഞ്ഞു. അത് പല സ്രോതസ്സുകൾ നമ്മൾ പറഞ്ഞു, അല്ലേ? അതിൽ നമുക്ക് ഉപരിതല ജലസ്രോതസ്സുകളെന്നും ഭൂഗർഭ ജലസ്രോതസ്സുകളെന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു, അല്ലേ? ഉപരിതല ജലസ്രോതസ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ പുറത്തുള്ളതാണ്, അല്ലേ? ഭൂമിയുടെ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നതാണ് ഉപരിതലം എന്ന് പറയുന്നത്. ഭൂമിക്കുള്ളിൽ കാണപ്പെടുന്ന ജലസ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്? ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കി ഭൂഗർഭ ജലസ്രോതസ്സുകൾ കിണർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തടാകം, നീരുറവ, അതുപോലെ കുഴൽ കിണർ, നദി, സമുദ്രം എന്നിവയൊക്കെ ഉണ്ട്, അല്ലേ? ഇതിൽ ഉപരിതല സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരിക? ഉപരിതല സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും. നദി വരുന്നുണ്ട്, അല്ലേ? നദി വരുന്നുണ്ട്. സമുദ്രമൊക്കെ എന്താണ്? ഉപരിതല സ്രോതസ്സുകളാണ്. ഇനി ഭൂഗർഭ ജലസ്രോതസ്സ് എന്ന് വെച്ചാൽ ഏത് വരാ? ഭൂമിയുടെ അതായത് കിണറിലെ കിണറൊക്കെ എന്താണ്? ഭൂഗർഭ ജലസ്രോതസ്സാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് വരാം? ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരാം? നദി വരും, പിന്നെന്താണ്? കുളം വരും, അല്ലേ? നദി വരും, പിന്നെന്താണ്? കുളം വരും, അതുപോലെ തന്നെ തടാകം വരുന്നില്ലേ? തടാകമൊക്കെ എന്താണ്? ഉപരിതലത്തിൽ കാണപ്പെടുന്നതല്ലേ? തടാകം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ്? തടാകം, പിന്നെന്താ? അരുവിയുണ്ട്, പിന്നെന്താ? പുഴ നമ്മൾ പറഞ്ഞു, നദി പറഞ്ഞു, പുഴ ഒക്കെ എന്താണ് വരുന്നത്?
ഉപരിതല ജലസ്രോതസ്സുകളാണ്. ഇനി ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? കിണർ വരും അല്ലേ, നീരുറവ വരും. അതുപോലെ തന്നെ കിണറൊക്കെ എന്താണ്? ഭൂഗർഭ ജലസ്രോതസ്സുകളാണ്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നീരുറവയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കിണറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒക്കെ എന്താണ്? ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലം ലഭിക്കുന്ന സ്രോതസ്സുകളാണ്. ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായി ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും ജലം ഇങ്ങനെ, നമുക്കറിയാം ഡെയിലി കുറേ ജലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, എന്നിട്ടും ഈ ജലം തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തീർന്നു പോകാത്തത്? നമുക്ക് നോക്കാം. ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ, അതായത് ജലപരിവൃത്തിയുടെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. എന്താ പറയുന്നത്? ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്താണ് പ്രോസസ്സ്? ജലപരിവൃത്തി, അല്ലെങ്കിൽ എന്താ പറയുക, ജലത്തിൻ്റെ ചാക്രിക ചലനം. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ജലം തീർന്നു പോകാത്തത്. അപ്പോൾ നമ്മളിവിടെ ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ ഫലമായാണ് ജലം തീർന്നു പോകാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജലമണ്ഡലം എന്ന് വെച്ചാൽ എന്താണ്? ജലമണ്ഡലം എന്ന് വെച്ചാൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലത്തെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ജലമണ്ഡലം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ജലത്തിൻ്റെ അളവാണ് അല്ലേ പറയുന്നത്. അതെവിടെയൊക്കെ ആവാം? ഖരം, ദ്രാവകം, വാതകാവസ്ഥയിൽ നമുക്കറിയാം ജലം കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ വെള്ളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഖരാവസ്ഥയിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ഐസ് കട്ട അല്ലേ, ഐസ് കട്ടയാണ്. ദ്രാവകാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ജലം പറയാം. വാതകമാണെന്നുണ്ടെങ്കിലോ, വാതകാവസ്ഥയാണെങ്കിൽ എന്താണ് പറയാം? നമ്മെ ബാഷ്പീകരണം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അവിടെ നീരാവിയൊക്കെ ഇല്ലേ, നീരാവി. അപ്പോൾ അതൊക്കെ എന്താണ് വരുന്നത്? ജലത്തിൻ്റെ വേറൊരു അവസ്ഥയാണ്, വാതകാവസ്ഥയാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അതുപോലെ തന്നെ അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായിട്ട് കാണപ്പെടുന്ന ആകെ ജലത്തെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ജലമണ്ഡലം എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടലി ജലത്തിൻ്റെ അളവാണ് അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിലാണെങ്കിലും അതുപോലെ തന്നെ പല അവസ്ഥയിലുള്ള ആണെന്നുണ്ടെങ്കിലും അതിനുശേഷം എന്താ പറയുന്നത്? അന്തർഭാഗത്തുള്ള ജലമാണെന്നുണ്ടെങ്കിലും, അപ്പോൾ ഈ എല്ലാ ജലത്തിൻ്റെയും അളവിനെയാണ് എന്ന് പറയുന്നത് ജലമണ്ഡലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജലപരിവൃത്തി എന്താണെന്ന് പഠിക്കാം. ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിൻ്റെ ചാക്രിക ചലനമാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ ചാക്രിക ചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ചാക്രിക ചലനമാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ചാക്രിക ചലനം എന്ന് വെച്ചാൽ നോക്കി നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ചിത്രം നോക്കി സമുദ്രജലം തന്നിട്ടുണ്ട്. സമുദ്രജലത്തിൽ നിന്നും ജലം എന്താണ്? ബാഷ്പീകരണം നടക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഘനീകരണമായിട്ട് എന്താണ്? മേഘമായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം വർഷണമായിട്ട് ഈ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞുപാളി കിടക്കുന്നുണ്ട് അല്ലേ. തടാകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നദികളും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായി മാറുന്നു. അതായത് ഇവിടെ നമുക്ക് നോക്കി ഇവിടെ സമുദ്രമുണ്ട്, തടാകമുണ്ട്, നദികളൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ജലം ബാഷ്പീകരണം നടക്കുകയാണ്. ജലം ബാഷ്പീകരണം നടക്കാന്ന് വെച്ചാൽ എന്താണ്? ഒരു ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. എന്താണ് ബാഷ്പീകരണം എന്ന് വെച്ചാൽ? ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറാണ് അല്ലേ. ഒരു ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ എന്ത് സംഭവിച്ചു? വാതകാവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമുദ്രജലമാണെന്ന് വിചാരിക്കൂ. അവിടെ ബാഷ്പീകരണം നടന്നിട്ടുണ്ട്. അതായത് സമുദ്രജലം എന്ന് പറയുന്നത് എന്താണ്? ജലം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലാണ് അല്ലേ. ഈ ദ്രാവകാവസ്ഥയിലായിട്ടുള്ള ജലം എന്ത് സംഭവിക്കുകയാണ്? ബാഷ്പീകരണം നടക്കുമ്പോൾ ചൂട് വരുമ്പോൾ, അതായത് സൂര്യപ്രകാശത്തിൻ്റെ ചൂട് വരുന്നില്ലേ, താപം വരുമ്പോൾ എന്ത് സംഭവിക്കും? സമുദ്രജലം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലാണ്. ഈ ദ്രാവകാവസ്ഥയ്ക്ക് ബാഷ്പീകരണം സംഭവിച്ചു എന്ന് വെച്ചാൽ എന്താണ്? ദ്രാവകാവസ്ഥയിലുള്ള ജലം എന്തായിട്ട് മാറി? വാതകമായിട്ട് മാറി അല്ലേ. വാതകമായിട്ട് മാറി. അങ്ങനെ ജലത്തിൻ്റെ വാതകം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? നീരാവിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നീരാവിയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു?
ഈ ജലം എന്ന് പറയുന്നത് നീരാവിയായിട്ട് മാറി. ഇന്നെന്താ പറയുന്നത്, ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ജലം എന്ന് പറയുന്നത് നീരാവിയായിട്ട് മാറി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നീരാവി നോക്കിയേ ഇങ്ങനെ കൂടിച്ചേർന്ന് ഘനീകരണം സംഭവിച്ചിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്, മേഘങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഘനീകരണം എന്ന് വെച്ചാൽ, വായുവിലെ ജലബാഷ്പം, അതായത് നീരാവി ഉണ്ടല്ലോ, ഇത് തണുത്ത് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ്. തണുത്ത് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നീരാവിക്ക് എന്ത് സംഭവിക്കുകയാണ്, നീരാവി തണുത്ത് ജലമായിട്ട് മാറാണ്. അതിനെയാണ് എന്ന് പറയുന്നത് ഘനീകരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അങ്ങനെ ഈ മേഘങ്ങൾ കൂടാതെ എന്ത് സംഭവിക്കുന്നുണ്ട്, മൂടൽ മഞ്ഞ്, തുഷാരം എന്നിവയൊക്കെ നടക്കുന്നുണ്ട്. മേഘങ്ങൾ കൂടാതെ എന്തൊക്കെ നടക്കുന്നുണ്ട്, മൂടൽ മഞ്ഞും തുഷാരമൊക്കെ നടക്കുന്നുണ്ട്. നോക്കിയേ, നമുക്കിവിടെ കാണാം മഞ്ഞുപാളി ഉണ്ടോ. അതായത് ഘനീകരണം എന്ന് വെച്ചാൽ മേഘങ്ങൾ ഉണ്ടായെന്ന് മാത്രമല്ല നമുക്ക് പറയേണ്ടത്, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, മൂടൽ മഞ്ഞൊക്കെ എന്താണ്, അതുപോലെ തന്നെ ദ്രാവകാവസ്ഥയിലുള്ള ജലം എന്ന് പറയുന്നത് വാതകാവസ്ഥയിൽ അതിന് എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, അപ്പം ഘനീകരണം അതായത് അങ്ങനെ ആയിട്ടുള്ള ജലമുണ്ടല്ലോ, അതായത് തണുത്ത ജലമായിട്ട് മാറിയിട്ടുണ്ടല്ലോ, അത് പല രൂപത്തിലേക്ക് വരാണ് അല്ലേ. അപ്പോൾ ഇതിൽ പല രൂപത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം മൂടൽമഞ്ഞാണെന്ന് പറയാം അല്ലേ. മൂടൽമഞ്ഞ് എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ തുഷാരം എന്ന് പറയുന്നതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മഞ്ഞുപാളിയായിട്ടും തുഷാരമായിട്ടൊക്കെ തുഷാരം അതുപോലെ തന്നെ മേഘങ്ങളായിട്ടും എന്തായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു, മേഘങ്ങളായിട്ടും ഈ ഘനീകരണം സംഭവിച്ചതിന് ശേഷം, ജലത്തിൻ്റെ ഘനീകരണം സംഭവിച്ചതിന് ശേഷം തണുത്ത ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് ഘനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഘനീകരണത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്, മേഘമായിട്ട് മാറാം, അതുപോലെ തന്നെ തുഷാരമായിട്ട് മാറാം, അതുപോലെ തന്നെ മൂടൽമഞ്ഞായിട്ടും മാറാം. അങ്ങനെ എന്ത് സംഭവിക്കും, വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. നോക്കി ഇവിടെ വർഷണം സംഭവിക്കുന്നു, അതായത് മേഘങ്ങളിൽ നിന്നൊക്കെ എന്താണ് വർഷണം സംഭവിക്കുകയാണ് അല്ലേ. മേഘങ്ങളിൽ നിന്നും വർഷണം സംഭവിക്കുന്ന വെച്ചാൽ മഴ പെയ്യാണ് അല്ലേ. അപ്പം മേഘങ്ങളിലെ ജലകണികകൾ, മേഘങ്ങളിൽ എന്തുണ്ടായിരിക്കും, തണുത്ത ജലം ഉണ്ടായിരിക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ജലകണികകൾ എന്ത് സംഭവിക്കുന്നു, ഭൂമിയിലേക്ക് പതിക്കുന്നു. അതിനെയാണ് എന്ന് പറയുന്നത് മഴ എന്ന് പറയുന്നത്. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോൾ എന്താ പറയുന്നത്, വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് വർഷണം എന്ന് വെച്ചാൽ, എന്താണ്, തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. അപ്പോൾ വർഷണം എന്ന് വെച്ചാൽ മഴ മാത്രമല്ല എന്ന് പറഞ്ഞു അല്ലേ. ആലിപ്പഴം വീഴ്ചയും അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ചയൊക്കെ എന്താണ് വർഷണത്തിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. അതായത് ഇവിടെ എന്താണ് വർഷണം എന്ന് വെച്ചാൽ നോക്കിയാൽ ഇവിടെ നമ്മൾ പറഞ്ഞു മേഘങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ മേഘങ്ങളിൽ എന്താണ് ജലകണികകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ടല്ലേ മേഘം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അന്തരീക്ഷത്തിൽ ഈ ജലകണികളുടെ വലിപ്പം കൂടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് താങ്ങി നിൽക്കാനായിട്ട് പറ്റില്ല, ഭാരം കൂടുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് വർഷണമായിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ വർഷണം എന്ന് വെച്ചാൽ എന്താണ്, മഴയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആലിപ്പഴ വീഴ്ചയായിട്ടായിരിക്കും, അത് ഖരരൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലായിരിക്കാം വീഴുന്നത്. അതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ജലപരിവൃത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്, എന്താണ് ജലപരിവൃത്തി എന്ന് വെച്ചാൽ, സമുദ്രജലം അല്ലെങ്കിൽ നമുക്ക് തടാകങ്ങൾ എടുക്കാം അല്ലേ. ഈ തടാകങ്ങളിൽ എന്തുണ്ട്, ജലമുണ്ടെന്ന് അറിയാം അല്ലേ. ഈ തടാകങ്ങളിൽ എന്തുണ്ട്, ജലം ഉണ്ടല്ലോ. ഈ ജലം എന്ന് പറയുന്നത് ബാഷ്പീകരണം സംഭവിച്ചു. അതായത് ബാഷ്പീകരണം എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ബാഷ്പീകരണം എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇത് ജലം എന്ന് പറയുന്നത് എന്താണ്, ദ്രാവകാവസ്ഥയിലാണ് അല്ലേ. തടാകങ്ങളിലൊക്കെ എന്താണ്, ജലം ദ്രാവകാവസ്ഥയിലാണ്. അപ്പോൾ ബാഷ്പീകരണം സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറണം അല്ലേ, വാതകാവസ്ഥയിലേക്ക് മാറണം. അങ്ങനെ വാതകാവസ്ഥയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ജലം എന്തായിട്ടായിരിക്കും മാറിയിട്ടുണ്ടായിരിക്കുക, നീരാവിയായിട്ടായിരിക്കും. അപ്പോൾ ജലത്തിൻ്റെ വാതക രൂപം എന്ന് വെച്ചാൽ ഏതാണ്, നീരാവിയാണ് അല്ലേ. അങ്ങനെ ഈ നീരാവിയായിട്ടുള്ള നീരാവി ഉണ്ടല്ലോ, ഈ നീരാവിയായിട്ട് ഇത് മുകളിലേക്ക് ഉയരാണ്. ഓക്കെ, വാതകമായിട്ട് മാറുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഈ നീരാവി എന്ത് സംഭവിക്കും, നീരാവി ഇങ്ങനെ മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്,
ഘനീകരണം സംഭവിക്കുകയാണ്. ഘനീകരണം വെച്ചാൽ എന്താണ്? ഈ നീരാവി ഉണ്ടല്ലോ, ഈ നീരാവി ഘനീഭവിച്ചിട്ട് എന്തായിട്ട് മാറും? മേഘങ്ങളായിട്ട് മാറും. നീരാവി ഘനീഭവിച്ചിട്ട് മേഘങ്ങളായിട്ട് മാറും. അപ്പോൾ നീരാവിൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? ജലകണികകളുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ നീരാവി എന്ന് പറയുന്നത് ഘനീഭവിച്ചിട്ട് എന്തായിട്ട് മാറി? മേഘമായിട്ട് മാറി. അപ്പോൾ മേഘത്തിൽ എന്തുണ്ട്? ജലകണികളുണ്ട് അല്ലേ? ചെറിയ ചെറിയ കണികൾ ഉണ്ടായിരിക്കില്ല, ചില തുള്ളികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഘനീകരണം നടക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ കൂടി ചേർന്നുകൊണ്ടേ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താങ്ങി നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അതൊരു വർഷണമായിട്ട് താഴേക്ക് വീഴും. വർഷണം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ദ്രാവകമായിട്ടോ വാതകമായിട്ടോ ഒക്കെ ജലം വീഴുന്ന, ജലകണികകൾ താഴേക്ക് വീഴുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷണം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലാവാം, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? നമ്മൾ വാതകാവസ്ഥയിലാകാം എന്ന് പറഞ്ഞു അല്ലേ? ഖരാവസ്ഥയിലാകാം എന്നും പറഞ്ഞു അല്ലേ? ദ്രാവകാവസ്ഥയിലാവാം അല്ലെങ്കിൽ ഖരാവസ്ഥയിലാകാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് വർഷണം എന്ന് വെച്ചാൽ എന്താണ്? മഴ, അതുപോലെ തന്നെ ആലിപ്പഴം വീഴ്ച, മഞ്ഞുവീഴ്ച ഒക്കെ എന്താണ്? വർഷണത്തിന് വിവിധ രൂപങ്ങളാണ്. നമ്മൾ അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഘനീകരണത്തിന് എക്സാമ്പിൾ പറഞ്ഞില്ല അല്ലേ? ഘനീകരണത്തിന് എക്സാമ്പിൾ എന്താണ്? മേഘങ്ങൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ മൂടൽമഞ്ഞ്. ഓക്കെ, മൂടൽമഞ്ഞ് അതുപോലെ തന്നെ തുഷാരമൊക്കെ എന്താണ്? ഘനീകരണത്തിന് എക്സാമ്പിൾ ആണെന്നും പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ജലചാക്രികം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് കിടക്കാം. ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നതിനെയാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ബാഷ്പീകരണം നടക്കുന്നു, ഘനീകരണം നടക്കുന്നു, വർഷണം നടക്കുന്നു അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ചാക്രികമായിട്ട് ഇങ്ങനെ ഫുള്ള് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സൈക്കിൾ പോലെ പോവാണ്. അതിനെയാണെന്ന് പറയുന്നത് ജലപരിവൃത്തി എന്ന് പറയുന്നത്. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജലം. എന്നാൽ ജലത്തിൻ്റെ വിതരണം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? നമുക്കറിയാം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് എന്താവശ്യമാണ്? ജലം ആവശ്യമാണ് അല്ലേ? പക്ഷേ ജലം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണോ വിതരണം ചെയ്യുന്നത്? അല്ല അല്ലേ? നമുക്ക് നോക്കി നോക്കിയേ. ഇവിടെ സമുദ്രജലവും മറ്റ് ലവണജലവും എത്രയാണ്? 97% സമുദ്രജലവും മറ്റ് ലവണജലവും കൂടി എത്രയാണ്? 97%. ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണ്? ഇവിടെ ശുദ്ധജലം എന്ന് പറയുന്നത് 3% മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, 3% മാത്രമാണ് ശുദ്ധജലം വരുന്നത്. ഓക്കെ, അപ്പോൾ സമുദ്രജലവും മറ്റ് ലവണജലവും 97%. ബാക്കി 3% മാത്രമാണ് ശുദ്ധജലം. നമ്മൾ ഉപയോഗിക്കുന്ന ശുദ്ധജലം വരുന്ന എത്രയാണ്? 3% മാത്രമാണ്. ബാക്കി 97% എന്താണ്? ലവണജലമാണ് അല്ലേ? സമുദ്രജലമാണ്, അതുപോലെ തന്നെ ലവണജലമാണ് എന്ന് പറയാം. ഈ ശുദ്ധജലത്തിലെ 3% തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ശുദ്ധജലത്തിലെ 3%, ശുദ്ധജലം എന്ന് പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹിമപാളികളിലും ഹിമാനികളിലെയും ജലം എന്ന് പറയുന്നത് 68.7%. ഈ 3% എത്രയാണ് പറയുന്നത്? ഹിമപാളികളെയും ഹിമാനികളിലെയും ജലം 68%. ഭൂഗർഭജലം 30.1%. ഉപരിതല ജലം 0.3% ആണ്. മറ്റുള്ളവ 0.9% ആണ്. അപ്പോൾ ഈ ശുദ്ധജലത്തിൽ കൂടുതൽ എന്താണ്? ഹിമപാളികളും ഹിമാനികളും ജലമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല, 68.7% അത് വരുന്നത്. പിന്നെ ഭൂഗർഭജലം വരുന്നുണ്ട് 30.1%. ഉപരിതല ജലം 0.3% വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവ 0.9% ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? സമുദ്രജലവും മറ്റ് ലവണജലവുമാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. 97% വരുന്നത്. ബാക്കി 3% മാത്രമാണ് ഈ ശുദ്ധജലം വരുന്നത്. ഈ ശുദ്ധജലത്തിൻ്റെ വിവിധ രൂപങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമപാളികളിലാണ് കൂടുതലായിട്ട് ശുദ്ധജലം കാണപ്പെടുന്നത്. 68.7%. ഭൂഗർഭജലമാണെന്നുണ്ടെങ്കിൽ 30.1%. ഉപരിതല ജലമാണെങ്കിലോ 0.3%. മറ്റുള്ളവ 0.9% ആണ്. ഓക്കെ, അപ്പോൾ ഭൂമിയിലെ ജലത്തിൻ്റെ 97% ലവണജലമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലേ? ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് 3% അല്ലേ? ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? 3%. അതിൽ ഭൂരിഭാഗവും എന്തായി മാറുന്നുണ്ട്? ഹിമപാളികളിലും ഹിമാനികളുമായിട്ടാണ് ഉറഞ്ഞുകിടക്കുന്നത് അല്ലേ? ഹിമപാളികളിലും ഹിമാനികളിലുമായിട്ടാണത് ഉറഞ്ഞു കിടക്കുന്നത്. ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ പരിമിതമാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? നമുക്ക് കണ്ടല്ലോ. ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ആവാസ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. കൂടാതെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളും സമുദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ശുദ്ധജലം പോലെ തന്നെ സമുദ്രജലം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കറിയാം മൺസൂൺ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് മൺസൂണൊക്കെ പോലെ ഉള്ള കാലാവസ്ഥയാണല്ലോ. അപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട്
കുറേ കാര്യങ്ങൾ സമുദ്രജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ എന്താണ് ആവാസ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും അതുപോലെ തന്നെ നമുക്ക് കുറേ വിഭവങ്ങൾ എന്താണ് സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലവണജലം ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് സമുദ്രങ്ങളിലേക്കാണ് കേട്ടോ. സമുദ്രങ്ങൾ നോക്കി സമുദ്രങ്ങൾ സംരക്ഷിക്കൂ, ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ എന്ന് പറയുന്ന പ്ലക്കാർഡ്സ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. എന്താണ് സമുദ്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളെയാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളെയാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് കടൽ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഉൾക്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമുദ്രം എന്ന് വെച്ചാൽ കടലാണെന്ന് വിചാരിക്കാം അല്ലേ, കുറച്ച് പേർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടായിരിക്കാം. പക്ഷേ സമുദ്രത്തിൽ നമുക്ക് എന്താണ് കടലുമുണ്ട് ഉൾക്കടലുണ്ട് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം സമുദ്രശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഓഷ്യനോഗ്രഫി എന്നാണ് സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. സമുദ്രശാസ്ത്രം എന്നാണ്. സമുദ്രജലത്തിൻ്റെ സങ്കീർണമായ ചലനാത്മകത തിരിച്ചറിയുന്നതിന് സമുദ്ര പഠനം സഹായിക്കുന്നുണ്ട്. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ സമുദ്രത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിനായിട്ട് സമുദ്ര പഠനം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സമുദ്ര മലിനീകരണം, ജൈവവൈവിധ്യ ശോഷണമൊക്കെ അറിയുന്നതിനായിട്ടും ഈ പഠനങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? സമുദ്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് എന്ന് പറയുന്നത് സമുദ്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ കടലും വരാം ഉൾക്കടലും വരാം. ഇനി ഇതിനെക്കുറിച്ചുള്ള സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓഷ്യനോഗ്രഫി അല്ലേ, എന്താണ്? സമുദ്രശാസ്ത്രമാണ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ഇനി എന്താണ് ലോക സമുദ്ര ദിനം എന്നാണ്? ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ 8-നാണ്. ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ 8-നാണ്. എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നു. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഈ സമുദ്ര ദിനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ഈ ലോക സമുദ്ര ദിനം എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8-നാണ്. PST ചോദിക്കാം, കാരണം SCERT എടുത്ത് പറയുന്ന കാരണം കേട്ടോ. അപ്പോൾ ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8-നാണ്. ഇനി എന്താണ് കടൽ എന്ന് വെച്ചാൽ എന്താണ്? ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. ഭാഗികമായിട്ട് അല്ലേ, ഭാഗികമായിട്ട് കരയിൽ ചുറ്റപ്പെട്ടിട്ടുള്ള സമുദ്രഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് കടൽ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് അറബിക്കടലൊക്കെ എന്താണ്? കടലിന് എക്സാമ്പിളാണ്. ഇനി ഉൾക്കടൽ എന്ന് വെച്ചെന്താണ്? കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗത്തെയാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. കരഭാഗത്തിന് ഉള്ളിലേക്ക് കയറി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം അതിനെ ഉൾക്കടലാണെന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ബംഗാൾ ഉൾക്കടലൊക്കെ കേട്ടോ. അപ്പോൾ കടൽ എന്ന് വെച്ചാൽ എന്താണ്? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങൾ എന്ന് പറയുന്നു കടൽ എന്ന് പറയുന്നു. ഉൾക്കടൽ എന്ന് വെച്ചാൽ കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗത്തെയാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ബംഗാൾ ഉൾക്കടൽ. ഇനി കടലെടുക്കുന്ന വെച്ചാൽ രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലെടുക്ക് എന്ന് പറയുന്നത്. കടലെടുക്കുന്ന വെച്ചാൽ രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കാം. ഒന്നില്ലെങ്കിൽ രണ്ട് കടലിനെ ബന്ധിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കാം. ഇത് കരകൾക്കിടയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കരകൾക്കിടയിലായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനെയാണെന്ന് പറയുന്നത് കടലെടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് പാക് കടലെടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അറബിക്കടൽ വെച്ചെന്താണ്? കടലാണ് എന്ന് പറഞ്ഞു. ബംഗാൾ ഉൾക്കടൽ എന്നാണ്? ഉൾക്കടലാണ് അല്ലേ, പേര് തന്നെ ഉണ്ട്. പാക് കടലെടുക്ക് വെച്ചെന്നാണ് കടലെടുക്കാണ്. അപ്പോൾ കടൽ വെച്ചെന്നാണ് ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെയാണ് കടൽ എന്ന് പറയുന്നത്. ഉൾക്കടൽ എന്ന് വെച്ചാൽ എന്താണ്? കരയിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും അല്ലേ, കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗത്തെയാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. കടലെടുക്കുന്ന വെച്ചെന്താണ്? രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള വീതി കുറഞ്ഞ സമുദ്രഭാഗത്തെയാണ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്നിട്ട് നമുക്ക് പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ, ദക്ഷിണ
ദക്ഷിണ സമുദ്രം, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, ആർട്ടിക് സമുദ്രമൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പസഫിക് സമുദ്രം ഉണ്ട്, ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രം ഉണ്ട്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പസഫിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിവയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. INSV തരണിയിൽ പോയിന്റ് നിമോ മറികടന്ന ഇന്ത്യൻ വനിതകൾ. നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായി സമുദ്രമാർഗം ലോക പര്യടനം നടത്തിയ ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ, രൂപ എ എന്നിവർ 2025 ജനുവരി 30 പോയിന്റ് നിമോ മറികടന്നു. നോക്കിയേ, ഈ പോയിന്റ് നിമോ എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് SCERT-യിലായി തന്ന കാരണം തന്നെ, അതും 2025 തന്നെയായ കാരണം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ എന്താ പറയുന്നത്, INSV തരണിയിൽ ആര് പോയി എന്നാണ് പറയുന്നത്, ദിൽന കെയും അതുപോലെ തന്നെ രൂപ എ അല്ലേ, ദിൽന കെയും രൂപയും കൂടിയിട്ട് എങ്ങോട്ട് പോവുകയാണ്, INSV തരണിയിൽ പോകാണ്. പോയിട്ട് എവിടേക്ക് എത്താണ് നോക്കി, പോയിന്റ് നിമോ മറികടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പോയിന്റ് നിമോ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. നോക്കാം. പോയിന്റ് നിമോ എന്ന് വെച്ചാൽ കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണ് ഈ പോയിന്റ് നിമോ എന്ന് പറയുന്നത്. നിമോ എന്ന് വെച്ചാൽ പോയിന്റ് എന്താണ്, കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണ്. ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിൽ എത്തുവാനായിട്ട് 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പോയിന്റ് നിമോ പസഫിക് സമുദ്രത്തിലാണുള്ളത്. അപ്പോൾ പോയിന്റ് നിമോ എവിടെയാണുള്ളത്, പസഫിക് സമുദ്രത്തിലാണുള്ളത്. ഇതിൽ നിന്നും അടുത്ത കരഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം, 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. അപ്പോൾ പോയിന്റ് നിമോ എന്ന് പറയുന്നത് മറികടന്ന ആരൊക്കെയാണ്, ദിൽന കെയും രൂപയും കൂടിയിട്ടാണ്. INSV ഏതിലാണ്, INSV തരണിയിലാണ് പോയതെന്നും പഠിച്ചു വെച്ചിരിക്കാം. 2025 ജനുവരി 30 മറികടന്നത്. പോയിന്റ് നിമോ എവിടെയാണ്, പസഫിക് സമുദ്രത്തിലാണ്, ഏറ്റവും അകലെയുള്ള ഭാഗമാണ് സമുദ്രത്തിൻ്റെ. അതുപോലെ തന്നെ തൊട്ടടുത്ത കരഭാഗത്തേക്ക് എത്തിക്കാൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണമെന്നും പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ പഠിക്കാം. അതിലൊന്നാണ് പസഫിക് സമുദ്രം അല്ലേ. പസഫിക് സമുദ്രം ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ് പസഫിക്. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്, പസഫിക് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ആഴമേറിയ സമുദ്രം ഏതാണ്, പസഫിക് ആണ്. ഭൗമോപരിതലത്തിൻ്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്തിൽ ആവരണം ചെയ്തിരിക്കുന്നു. എന്താണ് പറയുന്നത്, 1/3 ഭാഗവും, അതായത് നമ്മുടെ ഈ സമുദ്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗമോപരിതലത്തിൻ്റെ 1/3 ഭാഗം അല്ലേ, 1/3 ഭാഗവും എന്താണ്, ഈ പസഫിക് സമുദ്രമാണ്. കാരണം പസഫിക് സമുദ്രം ഏറ്റവും വലിയ സമുദ്രമാണ് അല്ലേ. പസഫിക് പേര് നൽകിയതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലോകസഞ്ചാരിയായ ഫെർഡിനാൻഡ് മഗല്ലനാണ്. ഓക്കെ, മെഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്ന് വിളിച്ചു. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ശാന്തം എന്നാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ ശാന്തമാണ് പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം അങ്ങനെ ഒരു പേര് നൽകിയത്. പസഫിക് എന്ന് വെച്ചാൽ എന്താണ്, ശാന്തം എന്നൊരു അർത്ഥത്തിലാണ് ആര് പേര് കൊടുത്തത്, മഗല്ലൻ പേര് കൊടുത്തത്. ഇനി നോക്കിയേ, ഇവിടെ പസഫിക് സമുദ്രം തന്നിട്ടുണ്ട് അല്ലേ. പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങളും തന്നിട്ടുണ്ട് അല്ലേ. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന എവിടെയാണ്, പസഫിക് സമുദ്രത്തിലാണ്. ഏറ്റവും കൂടുതലായിട്ട് ദ്വീപുകൾ കാണപ്പെടുന്ന എവിടെയാണ്, സമുദ്രത്തിലാണ്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാന ദ്വീപ സമൂഹങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഇതൊക്കെയാണ് പറയുന്നത്, ഫിലിപ്പീൻസ്, ജപ്പാന്, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയൊക്കെ എന്താണ്, പ്രധാനപ്പെട്ട ദ്വീപ സമൂഹങ്ങളാണ്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ്. പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമായ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. നോക്കിയൊക്കെ PSC 1 വേർഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇതെന്ന് പറയുന്നത്. മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മരിയാന ട്രെഞ്ച്, അവിടുത്തെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിൻ്റെ സവിശേഷതകളാണ്. നിരവധി ഗർത്തങ്ങളുണ്ട്, സജീവ അഗ്നിപർവ്വതങ്ങളൊക്കെ ഇവിടെയുണ്ട്, പസഫിക് സമുദ്രത്തിലുണ്ടെന്നും പഠിച്ചു വയ്ക്കാം. ഇനി അപ്പോൾ പസഫിക് സമുദ്രത്തെക്കുറിച്ച് ഒന്നും കൂടി നമുക്ക് നോക്കാം. പസഫിക് സമുദ്രത്തിൽ കൂടുതലായിട്ട് ദ്വീപുകൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെ ദ്വീപുകളാണ്, ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാനപ്പെട്ട ദ്വീപുകൾ. അതുപോലെ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത് ഏതാണ്, ഏറ്റവും ആഴമേറിയ ഭാഗമാണ്. പിന്നെ ഇവിടെ കുറേ അഗ്നിപർവ്വതങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഗർത്തങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇനി പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നെ അല്ലേ, ഹവായി, അതുപോലെ തന്നെ
ജപ്പാൻ, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫിലിപ്പീൻസ്, ന്യൂസിലാൻഡ് എന്നിവയ്ക്കെന്നാണ് പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? മരിയാന ട്രെഞ്ചാണ്, ചലഞ്ചർ ഡീപ്പാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യ, വടക്കേ അമേരിക്ക, നോക്കിയേ ഏഷ്യ അല്ലേ, വടക്കേ അമേരിക്ക, പിന്നെ ഏതാണ്? തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് ഉണ്ട് കേട്ടോ, വരുന്നുണ്ട്. അപ്പം ഭൂഖണ്ഡങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഏഷ്യ, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക, അതുപോലെ തന്നെ അന്റാർട്ടിക് എന്നിവയാണ് പസഫിക് സമുദ്രം അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളതിൽ ഇതൊക്കെയാണ്: ഏഷ്യ, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ഇനി അറ്റ്ലാന്റിക് സമുദ്രം. ടൈറ്റൻ അന്തർവാഹിനി തകർന്നടിഞ്ഞു, വാഷിങ്ടൺ. മാതൃപേടകമായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ടതിന് പിന്നാലെ സമുദ്രപേടകമായ ടൈറ്റൻ തകർന്നടിഞ്ഞു. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് യാത്ര തിരിച്ച 5-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വാർത്തയായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, വാർത്തയിൽ പരാമർശിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് പറയുന്നത്, ടൈറ്റൻ എന്ന് പറയുന്ന, നമുക്കറിയാം ടൈറ്റാനിക് എന്ന് പറയുന്ന ആഡംബര കപ്പൽ 1912 തകർന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കുന്നതിനായിട്ട് 5-അംഗ സംഘം യാത്ര തിരിക്കുകയാണ്. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്, ആശയവിനിമയം ബന്ധം നഷ്ടപ്പെടുകയാണ് അല്ലേ. മാതൃപേടകമായിട്ടുള്ള പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയം ബന്ധം നഷ്ടപ്പെട്ടതിന് പിന്നാലെ തന്നെ ഈ ടൈറ്റൻ തകർന്നടിയാണ് ചെയ്തത്. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ആദ്യത്തേതാണ് പസഫിക് സമുദ്രമാണ്, രണ്ടാമത്തേതാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എസ്സിനോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം എന്താണ്, എസ് ഷേപ്പിനോട് ചെറിയൊരു ഷേപ്പ് ഉണ്ട്. എസ് എന്ന് പറയുന്ന അക്ഷരമാലയോട് ചെറിയൊരു സാമ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണുള്ളത്. ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണുള്ളത്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് വെച്ചാൽ എന്താണ്, രണ്ടാമത്തെ വലിപ്പം കൂടിയിട്ടുള്ള സമുദ്രമാണ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. എസ് അക്ഷരമാലയോട് ചെറിയൊരു സാമ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് എന്തുണ്ട്, ഒരു സമുദ്രാന്തർ പർവ്വതനിരയുണ്ട്. അതാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ പ്യൂർട്ടോറിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? പ്യൂർട്ടോറിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏതാണ്? മിൽവോക്കി ഡീപ്പാണ്. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ചിലതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞത്? അറ്റ്ലാന്റിക് സമുദ്രം എന്ന് വെച്ചാൽ എസ് ആകൃതി അല്ലെ, എസ് ഷേപ്പ്, നമ്മുടെ എസ് അക്ഷരമാലയോട് ചെറിയൊരു സാമ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം 2-ാമത്തെ വലിയ സമുദ്രമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്, അവിടുത്തെ ആഴമേറിയിട്ടുള്ള ഭാഗമാണ് മിൽവോക്കി ഡീപ്പ് അല്ലേ. മിൽവോക്കി ഡീപ്പ് എന്ന് പറയുന്നത് ആഴമേറിയിട്ടുള്ള ഭാഗമാണ്. പ്യൂർട്ടോറിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ്. പിന്നെ എന്താ പറഞ്ഞത്, ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ നോക്കിയ? വടക്കേ അമേരിക്ക, യൂറോപ്പ്, തെക്കേ അമേരിക്ക, ആഫ്രിക്ക. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. അപ്പോൾ പേര് അറ്റ്ലാന്റിക് സമുദ്രം. സ്വാഭാവിക അതിരുകളിൽ നിന്ന് ചിലതൊക്കെയാണ്: വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് അന്റാർട്ടിക് സമുദ്രം, തെക്ക് കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രം, പ്രധാന തെക്ക് പടിഞ്ഞാറ് പസഫിക് സമുദ്രം. എന്നൊക്കെയാണ് വടക്ക് ആർട്ടിക് സമുദ്രം. അതുപോലെ തന്നെ തെക്ക് അന്റാർട്ടിക് സമുദ്രമുണ്ട്. തെക്ക് കിഴക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ട്. തെക്ക് പടിഞ്ഞാറാണെങ്കിൽ പസഫിക് സമുദ്രം ഉണ്ട്.
പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, അത് രണ്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ദ്വീപ്, ന്യൂ ഫൗണ്ട്ലാൻഡ്, കാനറി ദ്വീപുകൾ, അസോറസ്, സെൻറ്റ് ഹെലീനൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഐസ്ലാൻഡും ന്യൂ ഫൗണ്ട്ലാൻഡും തന്നിട്ടുണ്ട് അല്ലേ. ഐസ്ലാൻഡ്, ന്യൂ ഫൗണ്ട്ലാൻഡ് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഗ്രീൻലാൻഡൊക്കെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. ഇനി ആഴമേറിയ ഗർത്തം ഏതാണ് നമ്മൾ പറഞ്ഞു? പ്യൂർട്ടോ റിക്കോ ട്രെഞ്ച് ആണ് അല്ലേ. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ ഏതാണ്? മിൽവോക്കി ഡീപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇന്ത്യൻ സമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം അല്ലേ. ഇന്ത്യ അല്ലേ. അത് കാരണം ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ സമുദ്രമാണ്. ഇനി വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇതിനുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, രണ്ടാമത്തേത് ഏതായിരുന്നു? രണ്ടാമത്തേത് അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാമത്തെ ഏതാണ്? ഇന്ത്യൻ സമുദ്രമാണ്. ഇന്ത്യൻ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യയുണ്ട്, പിന്നെ ഏതാണ്? ആഫ്രിക്കയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട് അല്ലേ. ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവയാണ് ഇന്ത്യൻ സമുദ്രവുമായി ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കടലുകൾ ഏതൊക്കെയാണ്? ബംഗാൾ ഉൾക്കടലും അറബിക്കടലും അല്ലേ. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രെഞ്ച്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ജാവ ട്രെഞ്ചാണ്. ജാവ ട്രെഞ്ച്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്കയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആഴമേറിയ ഭാഗം ഏതാണ്? ജാവ ട്രെഞ്ചാണ്. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? മലാക്ക കടലിടുക്കാണ്. ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ജാവ ട്രെഞ്ചാണ്. പ്രധാനപ്പെട്ട കടലിടുക്ക് ഏതാണ്? മലാക്ക കടലിടുക്കാണ്. ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ. ബംഗാൾ ഉൾക്കടലും അറബിക്കടലൊക്കെ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ? ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവയാണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ സമുദ്രത്തിനുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. ഇനി ദക്ഷിണ സമുദ്രം നോക്കിയേ. അന്റാർട്ടിക്ക എവിടെയാണ് വരുന്നത്? ഈ അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായി ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായി ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെയാണ് ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നത്. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിന് വലിപ്പത്തിൽ 4-ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ ചിലവരാണെങ്കിലും ദക്ഷിണ സമുദ്രം പഠിക്കാനായിട്ട് ചാൻസ് കുറവാണല്ലേ, ആദ്യം അപ്ഡേറ്റ് ആവാത്തവർ. അപ്പം ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത് 4-ാമത്തെ സ്ഥാനമുണ്ടെന്നൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ദക്ഷിണ സമുദ്രം അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെയാണ് ഈ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നത്. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. 4-ാം സ്ഥാനമാണുള്ളത്. ഡോൾമാൻ, ഹെയ്ഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ്. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏതാണ്? സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചല്ലോ ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദക്ഷിണ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ആർട്ടിക് സമുദ്രം? ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തെയാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ആർട്ടിക് സമുദ്രത്തിലാണ് എന്തുള്ളത്? ഉത്തര ധ്രുവമുള്ളത്. എവിടെയാണ്? ആർട്ടിക് സമുദ്രത്തിലാണ്. ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രമാണിത്. വർഷത്തിൽ ഭൂരിഭാഗവും ഇവിടെ മഞ്ഞുറഞ്ഞ അവസ്ഥയിലാണ്. മൊല്ലായ് ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏതാണ്? മൊല്ലോയ് ഗർത്തമാണ്. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം. അപ്പോൾ ആർട്ടിക് സമുദ്രത്തിലെ എന്താ പറയുന്നത്?
എന്താണ് ഉത്തരധ്രുവം അല്ലേ, ആർട്ടിക് സമുദ്രത്തിലാണ് ഉത്തരധ്രുവമുള്ളത്, ഏറ്റവും ചെറുതാണ്, അതുപോലെ തന്നെ ആഴം കുറഞ്ഞതുമായിട്ടുള്ള സമുദ്രമാണ്. വർഷത്തിൽ മുഴുവൻ എന്താണ് ഭൂരിഭാഗവും എന്താണ് മഞ്ഞ് നിറഞ്ഞ അവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആഴമേറിയ ഭാഗം ഏതാണ്, മൊല്ലോയ് ഗർത്തമാണ്. പിന്നെ ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സമുദ്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ദക്ഷിണ സമുദ്രത്തിൻ്റെ വലിപ്പം ഏതാണ്, എത്രാമത്തെ സ്ഥാനമാണ്, 4ാമത്തെ സ്ഥാനമാണ് അല്ലേ. അതുപോലെ തന്നെ ആഴമേറിയ ഭാഗം ഏതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഏതായിരുന്നു ആഴമേറിയ ഭാഗം, ഇവിടെ ഏതായിരുന്നു, സൗത്ത് സാൻഡ് റേഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ദ്വീപുകൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രത്തിലൊക്കെ വലിപ്പക്രമമൊക്കെ നോക്കിയിട്ട് ഏതാണ് ഫസ്റ്റ് വരുന്നത്, പസഫിക് സമുദ്രമാണ് അല്ലേ, പസഫിക് സമുദ്രമാണ് ആദ്യം വരുന്നത്. സെക്കൻഡ് ഏതാണ്, അറ്റ്ലാന്റിക് സമുദ്രമാണ്. തേർഡ് ആണ് ഇന്ത്യൻ സമുദ്രം വരുന്നത്. ഫോർത്ത് ആണ് ദക്ഷിണ സമുദ്രം വരുന്നത്. ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറുതാണെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ആഴമേറിയ ഭാഗങ്ങളും ഒക്കെ ഒന്ന് നോക്കി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത് വലിപ്പക്രമം എത്രയാണ്, 4ാമത്തെ സ്ഥാനമാണെന്ന് പറഞ്ഞു. ആഴമേറിയ ഭാഗം ഏതായിരുന്നു, ഫാക്ടോറിയൻ ഡീപ്പാണ് അല്ലേ, ഫാക്ടോറിയൻ ഡീപ്പാണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ദ്വീപുകളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. സൗത്ത് ഓർക്കിനി, സൗത്ത് ഷെറ്റ്ലാൻഡ്, പീറ്റർ വൺ എന്നിവയ്ക്ക് എന്താണ് പ്രധാനപ്പെട്ട ദ്വീപുകളാണ് കേട്ടോ. പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഇവിടുത്തെ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്, ഡോൾമാനും ഹെയ്ഡല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. ഡോൾമാനും ഹെയ്ഡും ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5ാമത്തെ സ്ഥാനമാണ്. ഏറ്റവും ചെറിയതാണ് അല്ലേ, വലിപ്പത്തിൽ 5ാമത്തെ സമുദ്രമാണ്. ഇവിടെ എന്താണ് ദ്വീപുകളുണ്ടോ, ഇല്ല, ദ്വീപുകളില്ല. ഒരു ആദ്യമേ തന്നെ തന്നിട്ടുണ്ടല്ലേ, ഇത് പ്രധാനപ്പെട്ട ദ്വീപുകളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ആഴമേറിയ ഭാഗം ഏതായിരുന്നു, മൊല്ലോയ് അല്ലേ, മൊല്ലോയ് ഗർത്തമാണെന്നും പറഞ്ഞു. ഇനി പസഫിക് സമുദ്രത്തിൻ്റെ ഏതാണ്, 1ാമത്തെ സ്ഥാനമാണുള്ളത്. ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്, മരിയാന ട്രെഞ്ച് ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഹവായി, ഗാലപ്പാഗോസ്, ഫിജി എന്നിവയൊക്കെ. ഇനി അറ്റ്ലാന്റിക് സമുദ്രമാണെങ്കിൽ 2ാമത്തെ സമുദ്രമാണ്. ഏറ്റവും ആഴമേറിയ ഭാഗം ഏതായിരുന്നു, പുവാർട്ടോ റിക്കോ ട്രെഞ്ച് ആയിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്, ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, സെൻറ്റ് ഹെലീന എന്നിവയൊക്കെയാണ്. ഇനി ഇന്ത്യൻ സമുദ്രമാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ സ്ഥാനമാണ്. ആഴമേറിയ ഭാഗം ഏതാണ്, ജാവ ട്രെഞ്ച് ആണ് അല്ലേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയായിരുന്നു, മഡഗാസ്കർ, ശ്രീലങ്ക, ലക്ഷദ്വീപ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളൊക്കെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. അപ്പോൾ ഈ പഠിച്ച് തന്നെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കിടക്കാം ഏതിലാണ്, സമുദ്രജലവും ചലനങ്ങളും എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് കിടക്കാം. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അതിവിശാലമായ മണൽപ്പരപ്പ്, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അനന്തമായ കടൽ, വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകളും പരുന്തുകളും, ആളപ്പരപ്പിലൂടെ ഒഴുകി നടക്കുന്ന വഞ്ചികളും ബോട്ടുകളും, ഒന്നിനു പിറകെ ഒന്നായി തീരം തൊട്ട് തിരികെ പോകുന്ന തിരമാലകൾ, ചിലപ്പോൾ താരാട്ട് പാടി വന്ന് എൻ്റെ കാലുകളെ തഴുകി മടങ്ങി, മറ്റു ചിലപ്പോൾ ഗംഭീര ശബ്ദത്തോടെ ആർത്തിരമ്പി കരയിലേക്ക്. ഒരു കുസൃതി തിര എന്നെ ആകെ നനച്ചു. അങ്ങനെ ഞാൻ ആദ്യമായി കടൽ വെള്ളത്തിൻ്റെ രുചി അറിഞ്ഞു. എന്തൊരുപ്പാണ് ഈ കടൽ വെള്ളത്തിന്. ഇവിടെ നമുക്ക് പഠനയാത്രയുടെ ഭാഗമായിട്ട് ഇടുക്കിയിൽ നിന്നും ആദ്യമായിട്ട് കടൽ കാണാൻ എത്തിയ ദിയയുടെ അനുഭവക്കുറിപ്പാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അപ്പോൾ കടലിനെ കുറിച്ചല്ലേ നമ്മൾ കുറച്ചൊന്ന് വിവരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ തിരമാലകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ തിരമാലകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ. എന്താണ്, കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് എന്ന് പറയുന്നത് തിരമാലകൾ എന്ന് പറയുന്നത്. കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു. കാറ്റ് എന്താണ് സൃഷ്ടിക്കുന്നത്, ഊർജ പ്രവാഹങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു. ജലോപരിതലത്തെ സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായി തിരമാലകൾ ഉണ്ടാകുന്നത്. ജലോപരിതലത്തെ സ്പർശിച്ചിട്ട് കാറ്റ് വീശുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ തിരമാലകൾ ഉണ്ടാകുന്നത്. സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ ഈ ഉയർച്ച താഴ്ചകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തിരമാലകൾ എന്ന് പറയുന്നത്. കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലിപ്പവും വർദ്ധിക്കുന്നു. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് ഈ സമുദ്രത്തിൻ്റെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, വേലിയേറ്റ്, അതായത് വേലിയേറ്റില്ല, അവിടെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത് തിരമാലകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്പീഡിലാണ് കാറ്റ് വീശുന്നതാണെങ്കിൽ ഇതിൻ്റെ വേഗത അല്ലേ, വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലിപ്പവും വർദ്ധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്.
തിരമാലകൾ കൂടാതെ വേലിയേറ്റ വേലിയിറക്കങ്ങളും സമുദ്രജല പ്രവാഹങ്ങളും സമുദ്രജല ചലനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ തിരമാല എന്ന് പറയുന്നത് എന്താണ്? ഊർജ്ജ പ്രവാഹം, കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ്ജ പ്രവാഹത്തിൻ്റെ ഫലമായിട്ടാണ് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നത്. ഇതിനെയാണ് തിരമാലകൾ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ തിരമാലകൾ കൂടാതെയുള്ള സമുദ്ര ചലനങ്ങളാണ് ഇതൊക്കെ? വേലിയേറ്റം, വേലിയിറക്കം, സമുദ്രജല പ്രവാഹങ്ങൾ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സമുദ്രജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രത്തിൻ്റെ ജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരും താഴും. അപ്പോൾ ഉയരാണെന്നുണ്ടെങ്കിൽ എന്ന് പറയും? വേലിയേറ്റം എന്നും. ഇറങ്ങാണ് താഴെയാണെങ്കിൽ എന്നാണ് പറയുക? വേലിയിറക്കം എന്ന് പറയും അല്ലേ. സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റമെന്നും താഴുന്നതിനെ വേലിയിറക്കം എന്നും പറയുന്നു. ഓക്കെ, സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിന് എന്ന് പറയുന്നു വേലിയേറ്റം എന്ന് പറയുന്നു, താഴുന്നതിന് പറയുന്നു വേലിയിറക്കം എന്നും പറയുന്നു. സമുദ്രത്തിനുള്ളിലൂടെ നദികൾ ഒഴുകുന്നത് സങ്കല്പിക്കൂ. സമുദ്രത്തിനുള്ളിലൂടെ നദികൾ ഒഴുകുന്നത് ആലോചിച്ച് നോക്കിയൊക്കെ. സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ ത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. സമുദ്രത്തിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായിട്ട് ജലം ഒഴുകുന്ന പ്രതിഭാസത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. എല്ലാ സമുദ്രങ്ങളിലും എന്തുണ്ടായിരിക്കും? സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു വേലിയേറ്റം വേലിയിറക്കം പറഞ്ഞല്ലോ, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതിനെയാണ് വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്നത്. എന്തിൻ്റെ ഫലമായിട്ടാണ്? ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം. രണ്ട് ബലങ്ങൾ ഏതൊക്കെയാണ്? ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രത്തിൻ്റെ ജലനിരപ്പ് ഉയരുന്നതും താഴുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് എന്ന് പറയുന്നത് വേലിയേറ്റം എന്നും വേലിയിറക്കം എന്നും പറയുന്നത്. ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായി വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായിട്ട് വരുന്ന വശത്ത് എന്ത് സംഭവിക്കും? ഗുരുത്വാകർഷണ ബലമായിരിക്കും. അപ്പം നേരെ ഓപ്പോസിറ്റ് വശത്ത് എന്തായിരിക്കും? അപകേന്ദ്ര ബലത്താലായിരിക്കും അല്ലേ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രന് അഭിമുഖമായിട്ട് വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താൽ, ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്? അപകേന്ദ്ര ബലത്താലാണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. ഈ സമയം ഭൂമിയിലെ മറ്റു സമുദ്ര ഭാഗങ്ങളിൽ വേലിയിറക്കവുമായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ചന്ദ്രൻ്റെ കേസ് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് ഗുരുത്വാകർഷണ ബലം കാരണം, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് അപകേന്ദ്ര ബലം കാരണമായിരിക്കും വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്കിയുള്ള സമുദ്രഭാഗങ്ങളിൽ വേലിയിറക്കവും അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. ഇനി എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് വെച്ചാൽ? സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ നേരത്തെ പറഞ്ഞു അല്ലേ, അത് തന്നെയാണ് പറയുന്നത്. സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായിട്ട് ഒഴുകുന്ന പ്രതിഭാസത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. കാറ്റ് സമുദ്രജലത്തിൻ്റെ ഊഷ്മാവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ലവണത്വത്തിലെ വ്യത്യാസങ്ങൾ, ഭൂമിയുടെ ഭ്രമണം തുടങ്ങിയവയ്ക്ക് എന്താണ്? സമുദ്രജല പ്രവാഹങ്ങൾക്ക് ചില കാരണങ്ങളാണ്. കാറ്റ് സമുദ്രജലത്തിൻ്റെ ഊഷ്മാവിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ലവണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഭൂമിയുടെ ഭ്രമണം എന്നിവയ്ക്ക് എന്താണ്? സമുദ്രജല പ്രവാഹങ്ങൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു, സമുദ്രജല ചലനങ്ങൾ പഠിച്ചു അല്ലേ. കാറ്റ് സമുദ്ര ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ചലനത്തെയാണ് എന്ന് പറയുന്നത് തിരമാല എന്ന് പറയുന്നത് അല്ലേ, തിരമാല എന്ന് പറയുന്നത്. ഇനി വേലിയേറ്റവും വേലിയിറക്കം പറഞ്ഞല്ലോ. കാറ്റ് സ്പർശിക്കുമെന്ന് സംഭവിക്കും, ഉയർച്ചയും താഴ്ചയൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാക്കും. കാറ്റ് മൂലം ഉണ്ടാക്കുന്ന തിരമാലയുണ്ടോ. വേലിയേറ്റവും വേലിയിറക്കം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ചന്ദ്രന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് അപകേന്ദ്ര ബലത്താലും എന്ത് സംഭവിക്കുന്നുണ്ട്? വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇതൊന്നല്ലാതെ ഈ സമുദ്രത്തെ അപേക്ഷിച്ച് വേറെ സമുദ്രങ്ങളിലെ അങ്ങനെയല്ലേ പറഞ്ഞത് അല്ല. ഈ സമയം ഭൂമിയിലെ മറ്റ് സമുദ്രഭാഗങ്ങളിൽ എന്ത് സംഭവിക്കും? വേലിയിറക്കവും സംഭവിക്കുന്നുണ്ട്. പിന്നെ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ സ്ഥലത്ത് തന്നെ ഒരേ നിശ്ചിത പാതയിലൂടെ ഒരേ സമയത്ത് തന്നെ തുടർച്ചയായിട്ട് ജലം ഒഴുകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെയാണെന്ന് പറഞ്ഞത് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസമുള്ളത് അറിയോ?
എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നാൽ സമുദ്രജലത്തിൽ ലവണങ്ങളുടെ അളവ് പൊതുവേ കൂടുതലാണ്. അതുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പ് രസമുള്ളത്. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവാണ് ലവണത്വം എന്ന് വെച്ചാൽ. അതായത് എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ സമുദ്രത്തിൽ എന്താണ്, ലവണം കൂടുതലാണ് അല്ലേ, ലവണങ്ങളുടെ അളവ് കൂടുതലാണ്. അതിനാലാണ് അതിന് ഉപ്പ് രസമുള്ളത്. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവിനെയാണെന്ന് പറയുന്നത് ലവണത്വം എന്ന് പറയുന്നത്. ഇനി സമുദ്രവും മനുഷ്യരും. അമൂല്യമായ വിഭവങ്ങൾ ഉറവിടങ്ങളാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിതത്തെ സ്വാധീനിക്കുന്നത് നോക്കിയൊക്കെ. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കി, പ്രാചീന കാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായിട്ട് ആശ്രയിക്കുന്നുണ്ട്. മത്സ്യസമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റു വിഭവങ്ങളും സമുദ്രം പ്രദാനം ചെയ്യുന്നു. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നുണ്ട്. ആഗോള താപനത്തെ നിയന്ത്രിക്കുന്നതിലും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലും സമുദ്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സമുദ്രതീരങ്ങൾ പൊതുവെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. അപ്പം എന്താ പറഞ്ഞത്, ഉപജീവനത്തിനായിട്ട് ആശ്രയിക്കുന്നുണ്ട്, മത്സ്യസമ്പത്തിനായിട്ട് ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു വിഭവങ്ങൾക്കായിട്ടും സമുദ്രത്തെ ആശ്രയിക്കുന്നുണ്ട് മനുഷ്യരല്ലേ. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഗോള താപനത്തെ നിയന്ത്രിക്കുന്നതിലും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലും സമുദ്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വിനോദസഞ്ചാരം കൂടിയാണ് എന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇനി സമുദ്രജല മലിനീകരണം മലിനീകരണം പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയുമെന്ന് സംഭവിക്കുന്നുണ്ട്, മലിനീകരണം സംഭവിക്കുകയാണല്ലേ. അതുപോലെ തന്നെ സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മലിനീകരണമാണ് സമുദ്രങ്ങളിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. രാസവസ്തുക്കളും മറ്റ് ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രത്തിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. സമുദ്രങ്ങളെ മാത്രമല്ല നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളെയും മലിനീകരണം ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സമുദ്രത്തിൽ മലിനീകരണം നടക്കുന്നുണ്ട്, കൂടുതലും മനുഷ്യന്മാർ വഴി തന്നെയാണ് അല്ലേ. ഇനി സമുദ്രത്തിൽ സംരക്ഷണ മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ മുതലായ സമുദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയുക, തീരങ്ങളെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക, സുസ്ഥിരമല്ലാത്ത മത്സ്യബന്ധനം നിയന്ത്രിക്കുക, സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക. സമുദ്രങ്ങളെയും അവയുടെ സവിശേഷതകളെയും നാം തിരിച്ചറിഞ്ഞല്ലോ. സൂക്ഷ്മജീവികൾ മുതൽ നിലത്തിമിംഗലം വരെയുള്ള വ്യത്യസ്ത ജീവിവർഗങ്ങളും വൈവിധ്യമാർന്ന സസ്യജാലകങ്ങളും അടങ്ങിയ സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ജലത്തിൻ്റെ ദുരുപയോഗവും മലിനീകരണവും ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാഴ്ത്തിയിരിക്കുകയാണ്. അതിനാൽ ജലസംരക്ഷണത്തിനായിട്ട് നമുക്ക് കൈകോർക്കാം. ഭൂമി എന്നും ജലഗ്രഹമായി തന്നെ തുടരട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്, സ്വരുക്കൂട്ടം കരുതി വെക്കാമെന്ന് പറയുന്നതാണ്. അത് നമുക്ക് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ബാങ്കുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് എടുക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.